അപ്പോൾ നമുക്ക് മക്കളെ ഇന്നത്തെ ലഞ്ച് നോക്കാം കേട്ടോ. അപ്പോൾ 4 ദിവസത്തെ ലീവിന് ശേഷമാണ് ഇവരെ ഇന്നത്തെ പോക്ക് കിട്ടുക. വ്യാഴം വെള്ളി ശനി ഇവർക്ക് മഴയായിട്ട് ലീവ് കിട്ടിയിട്ടോ. നല്ല സുഖമായിരുന്നു, വീട്ടിലാകെ ഒരു ബഹളമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ലീവ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവരെ എല്ലാവരുടെയും കൂടി കലക്ടർ വീട്ടിൽ കൊണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ കുറേ ചിരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല ചൂടുള്ള ചോറ് വെച്ചു കൊടുത്തു. ഇന്ന് മട്ട അരി കേട്ടോ, അതാണ് കളർ ഇത്തിരി വ്യത്യാസം. 4 ദിവസമൊക്കെ ഇങ്ങനെ വെച്ചാൽ കുഴപ്പമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ആർക്കും അത്ര ഇഷ്ടമല്ല. പിന്നെ കറിയായിട്ടുണ്ടായിരുന്നത് ബീട്രൂട്ട് ഉപ്പേരിയാണ് കേട്ടോ. ബീട്രൂട്ട് തേങ്ങ ഒക്കെ ചിരകിയിട്ടിട്ടുള്ള ഉപ്പേരി വെക്കുമല്ലോ, അപ്പോൾ സവാളയും പച്ചമുളകൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതാണ്, അതും ഇവർക്ക് അത്ര ഇഷ്ടമല്ല. അവൻ കുറേശ്ശേ വെച്ച് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് മുട്ട പൊരിച്ചിട്ടുണ്ടായിരുന്നു, ഓരോരുത്തർക്കും ഓരോന്ന്. അപ്പോൾ ആ ഓരോ മുട്ടയും വെച്ച് കൊടുത്തു. പിന്നെ കറിയായിട്ടുണ്ടായിരുന്നത് മോര് കറി കേട്ടോ, മോരും കുമ്പളങ്ങയും കൂടിയിട്ടുള്ള കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വെച്ച് കൊടുത്തു. ഇന്ന് രാവിലെ എനിക്ക് അത്ര പണി ഉണ്ടായിരുന്നില്ല കേട്ടോ, കാരണം ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. ബ്രെഡ് മുട്ട പഴം ഒക്കെ ഉണ്ടായിരുന്നു, നേന്ത്രപ്പഴം വാട്ടി കൊടുത്തു. പിന്നെ ബ്രെഡും മുട്ടും തലേദിവസം വൈകുന്നേരം ഇറച്ചിക്കറിയും അതുപോലെ പൊറോട്ടയൊക്കെ ആയിരുന്നു, അപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ചില ദിവസം അങ്ങനെയൊക്കെ തട്ടിമുട്ടിയിട്ട് പോകട്ടെ, രാവിലെ മടിയായിട്ട്. അപ്പോൾ പിന്നെ തലേദിവസം പോലെ വൈകുന്നേരം ഉമ്മിപ്പയും പിന്നെ അനിയത്തി മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കൊടുന്നതാട്ടോ ഈ പൂവമ്പഴം, പിന്നെ കുറേ സ്നാക്സും സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പഴം അങ്ങനെ വെക്കാൻ പറ്റാണ്ട് മുറിച്ച് വെച്ച് കൊടുത്തു. പിന്നെ ചോക്കോ റോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ ഞാൻ അതും 2-3 അതും വെച്ച് കൊടുത്തു. അപ്പോൾ അത്ര ഉള്ളൂ അന്നത്തെ ലഞ്ചും സ്നാക്സും. അപ്പോൾ ഓക്കെ.